കുവൈറ്റിലെ ഇറാൻ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭാരതീയനെന്ന് സ്ഥിരീകരിച്ച് ഭാരതത്തിന്റെ എംബസി. മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാൻ ആണ് കൊല്ലപ്പെട്ടത്. കുവൈറ്റ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിലാണ് ഭാരതീയൻ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ 50-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വിവരങ്ങളുമായി ഷിൻ സെബാസ്റ്റ്യനാണ് ആദ്യം ചേരുന്നത്. ഷിൻസ്, പറയൂ, ഇപ്പോൾ എന്താണ് കുവൈറ്റിലെ ഒരു സ്ഥിതി? ഒരു ഭാരതീയൻ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. മറ്റു വിവരങ്ങൾ? ഇന്ത്യയിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് പുറത്തു വരുന്നത്. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ മരിച്ച ഒരാൾ ഭാരതീയനാണെന്നാണ് വെളിപ്പെട്ടിരിക്കുന്നത്. മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാൻ മരിച്ചതായാണ് ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ 63ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണ്. ഏതായാലും ആക്രമണത്തിൽ നേരത്തെ മരിച്ചത് ആരാണെന്നുള്ള വിവരം പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ എംബസി തന്നെ, കുവൈറ്റിലെ ഇന്ത്യൻ എംബസി തന്നെ കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം 63 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിലും നിരവധി ഭാരതീയരുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഏതായാലും ഇപ്പോൾ കുവൈറ്റ് ഈ സംഭവത്തിൽ ശക്തമായി തിരിച്ചടി നൽകുമെന്നുള്ള കാര്യം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആക്രമണങ്ങൾ ഇത്രയും കാലം അവർ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇതിനെതിരെ തിരിച്ചടിക്കുമെന്ന് കുവൈറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരതീയരെ സംബന്ധിച്ച് നിരവധി ഭാരതീയർക്ക് പരിക്കേൽക്കുകയും ഒരു ഭാരതീയൻ തന്നെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും തുടർന്ന് മരിച്ചയാളെ നാട്ടിലെത്തിക്കുന്ന അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കിടന്നിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. മധ്യപ്രദേശ് സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കുവൈറ്റ് വിമാനത്താവളം ഭാഗികമായി പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുകയാണ്. ടെർമിനൽ 4 പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ആക്രമണം നടന്ന ടെർമിനൽ 1 നിന്നുള്ള സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. അതിപ്പോൾ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടില്ല. ഏതായാലും താൽക്കാലിക ആശ്വാസ നിലയിൽ കുവൈറ്റ് വിമാനത്താവളത്തെ ടെർമിനൽ 4 നിന്നുള്ള കുവൈറ്റ് എയർവേസിന്റെ സർവീസുകളും 5 നിന്നുള്ള ജസീറ എയർവേസിന്റെ സർവീസുകളും ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും സ്ഥിതിഗതികൾ ഇപ്പോഴും അശാന്തമായി തുടരുകയാണ്. ബഹ്റൈനിലേക്കും ഇന്ന് ഇറാന്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടായിരുന്നു. ബഹ്റൈനിലുള്ള വിമാന സർവീസുകളും അല്പം നേരം നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അത് പുനരാരംഭിച്ചിട്ടുണ്ട്. ഏതായാലും പശ്ചിമേഷ്യ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു അശാന്തിയിലേക്ക് ഇറക്കിയാണ് നിലമ. ഷിൻസ്, കുവൈറ്റ് വിമാനത്താവളം എന്ന് പറയുന്നത് നിരവധി സിവിലിയന്മാർ ആശ്രയിക്കുന്ന ഒരു വിമാനത്താവളമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്താനുള്ള സാധ്യതയുണ്ടോ? ഈ നിരവധി പേർക്ക് 56ഓളം പേർക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഭാരതീയർക്ക് പരിക്കേറ്റതായുള്ള ഏതെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ ഷിൻസ്? തീർച്ചയായും നീലിമ, ഈ ടെർമിനൽ 1 ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ടെർമിനൽ 1 സർവീസ് നടത്തുന്നത് ഇന്ത്യൻ എയർവേസുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിമാന സർവീസുകളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവിടേക്ക് ഇന്ത്യയിൽ നിന്ന് വന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവരുള്ള ഒരു സ്ഥലമാണ് ടെർമിനൽ 1. അവിടെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും അവിടെ നിരവധി ഭാരതീയരുണ്ടാകാം, അതിൽ മലയാളികൾ ഉണ്ടാകാം. അവിടെ ആക്രമണത്തിൽ അതിന്റെ വിശദ വിവരങ്ങൾ വരുന്നേ ഉള്ളൂ. പരിക്ക് പറ്റിയവരുടെ ഏകദേശ കണക്ക് മാത്രമാണ് ഇപ്പോൾ അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത്. 63 പേർക്കാണ് പരിക്ക് പറ്റിയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ 6 പേരുടെ നിലവിൽ ഗുരുതരമാണ്. ഇതിൽ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മലയാളികൾ അടക്കമുള്ള ഭാരതീയർ ഉണ്ടാകാം. എന്നാലും ഇപ്പൊ മരിച്ചത് ഒരു ഭാരതീയൻ തന്നെ ആകുമ്പോൾ നമുക്കറിയാം കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന ഭാരതീയർ തന്നെയാണ്, അതിൽ മലയാളികൾ ഉണ്ടാകാം. അങ്ങനെ സാഹചര്യമാണ്. അപ്പോൾ പരിക്കേറ്റവരുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. നമുക്ക് വരും മണിക്കൂർ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. ഓക്കെ ഷിൻസ്, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഒരു സ്ഥലത്ത് സമാധാന ചർച്ചകൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ മുന്നോട്ട് വരുന്ന സാഹചര്യം, മറുവശത്ത് സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണം. നോക്കൂ, അമേരിക്കയെ സഹായിച്ചതിനുള്ള മറുപടിയാണ് ഈ കുവൈറ്റ് വിമാനത്താവളത്തിലെ ആക്രമണം എന്ന് ഇറാൻ ഔദ്യോഗികമായി പറഞ്ഞു വെക്കുന്ന സ്ഥിതിയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു യുദ്ധ കുറ്റകൃത്യമായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ലേ?
നിലിമ, തീർച്ചയായും ഈ ആക്രമണത്തിന് ഒരു ന്യായീകരണം നൽകാൻ ഇറാന് സാധിക്കില്ല. അല്ലെങ്കിൽ ഇറാൻ നടത്തിയ നീക്കങ്ങൾ, അതായത് അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായാണ് ഈ പ്രതികാര നടപടി അല്ലെങ്കിൽ ഈ റിറ്റാലിയേഷൻ ഉണ്ടായിരിക്കുന്നത് എന്നൊരു നിലപാടാണ് ഇറാൻ അറിയിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും അതിൽ നിരീക്ഷിക്കപ്പെടേണ്ട ഏറ്റവും നിർണായകമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ സൈനിക ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു പ്രശ്നം പുകയുന്നൊരു സാഹചര്യം ഇറാനിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ IRGC ആണ് ഇതിനൊക്കെ പിന്നിൽ ഈ ആക്രമണങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് IRGCക്ക് ഫണ്ട് ലഭ്യമാകുന്നതിന് വേണ്ടി കാര്യമായ രീതിയിൽ എണ്ണ വിൽപ്പന നടത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ എണ്ണ വിൽപ്പന ഈ ഷേഡോ ഫ്ലീറ്റുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഷേഡോ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് എണ്ണ വിൽപ്പന നടത്തുന്നത്. ആ എണ്ണ വിൽപ്പന നടത്തുന്നതിനെ കൃത്യമായി തടയുന്നൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ അമേരിക്കയെ പിന്തുണയ്ക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ് ഇറാൻ്റെ നിലപാട്. അമേരിക്ക ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ അസറ്റുകളെ അല്ലെങ്കിൽ സൈനിക അസറ്റുകളെ ആക്രമിക്കുമെന്നൊരു നിലപാടാണ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നത്. സമാന രീതിയിലുള്ളൊരു നീക്കം തന്നെയാണ് ഇത്തവണയും ഉണ്ടായിരിക്കുന്നതെന്നാണ് ഗൗരവമർഹിക്കുന്നൊരു വിഷയം. ഇതിൽ മറ്റൊരു പ്രശ്നം കൂടി ഉയർന്നു വരുന്നത് സമാധാന ചർച്ചകൾ വേണമെന്നൊരാവശ്യം അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ അനിവാര്യമെന്ന് സമാധാന ചർച്ചകളിലേക്ക് തന്നെ നീങ്ങണമെന്ന് ഇറാൻ്റെ അധികാരികൾ, പ്രത്യേകിച്ചും മസൂദ് പെസഷ്കിയാൻ ഉൾപ്പെടെയുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ IRGC അതിനെ എതിർക്കുന്നൊരു നീക്കമാണ് ഉണ്ടാകുന്നത്. ഈ നീക്കത്തിൻ്റെ ഭാഗമായാണ് IRGC ചില കപ്പലുകൾ ആക്രമിക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്യുന്നത്. ഈ ഒരു നീക്കം നടത്തുന്നത് പ്രധാനമായും ഈ IRGC ഒരു കോൺഫ്ലിക്റ്റിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇറാൻ്റെ ഭരണകൂടവുമായി അല്ലെങ്കിൽ മസൂദ് പെസഷ്കിയാൻ നേതൃത്വം നൽകുന്ന സംവിധാനവുമായി ഒരു എതിർപ്പിൻ്റെ ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആക്രമണം നീങ്ങുന്നതെന്നാണ് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്ന് തന്നെയായാലും എത്ര കാലതാമസം ഉണ്ടായാലും ധാരണയിലെത്തുമെന്ന നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് കാലങ്ങളായി 2-3 ദിവസമായി തുടർച്ചയായി അദ്ദേഹം അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയും കൃത്യമായി ചർച്ചകൾ തുടരുമെന്ന നിലപാടാണ് അറിയിച്ചത്. അതേസമയം ഈ IRGCയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്നതും ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയമാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഭാരതീയൻ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരെ നീങ്ങുന്ന കുവൈറ്റിൽ നടന്ന ആക്രമണം ഇത്തരത്തിലുള്ള സമാനമായൊരു നീക്കം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭാരതീയനായ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ 57ഓളം പേർ ആക്രമണത്തിന് ഇരയായി അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകളേറ്റിട്ടുണ്ട്. ഗുരുതരവും അല്ലാത്ത രീതിയിൽ പരിക്കുകളേറ്റിട്ടുണ്ട്. സിവിലിയൻ കേന്ദ്രത്തിലേക്ക് അതായത് സിവിലിയൻ സംവിധാനങ്ങളുമായി പ്രവർത്തിക്കുന്ന എയർപോർട്ടിൻ്റെ ആ ഭാഗത്തേക്കാണ് കൃത്യമായി ലക്ഷ്യമുണ്ടായത് എന്നാണ് ഈ ആക്രമണത്തിന് ലക്ഷ്യമുണ്ടായത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഒരു തെറ്റായ രീതി, ഒരു യുദ്ധകുറ്റകൃത്യം എന്ന് തന്നെ നീലിമ സൂചിപ്പിച്ചതുപോലുള്ളൊരു സ്വഭാവം അതിനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു തെറ്റായ നീക്കം തന്നെയായി ഇതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ മറുപടി വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നീലിമ.